സാമൂഹിക രോഗവ്യാപനം നടന്നിട്ടുണ്ടോ? അതിനുള്ള സാധ്യതയുണ്ടോ? പരിശോധിക്കാൻ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മെയ് 18 പാലക്കാട് ജില്ലയിൽ എത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജില്ലകളിൽ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായാണ് സംഘം പാലക്കാട്ട് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലാ കളക്ടർ ഡി ബാലമുരളി ഐ.എ.എസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ.പി. റീത്ത എന്നിവർ സംസാരിക്കുന്നു. ഐ.സി.എം.ആറുടെ ഒരു ടീം സീറോ സർവൈലൻസിന് വേണ്ടി ഇന്ന് പാലക്കാട് എത്തിയിട്ടുണ്ട്. പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ പാലക്കാടിന് പുറമെ തൃശ്ശൂരും എറണാകുളവും അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ജില്ലകൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റഡിയുടെ ഉദ്ദേശം കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ്. എങ്ങനെയാണ് ഇതിവർ ചെയ്യുക? അർബൻ ഏരിയയും റൂറൽ ഏരിയയുമായിട്ട് ചില ലോക്കൽ ബോഡീസ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്, ചില വാർഡുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലെ അവർ ആൾക്കാരെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. ജെൻഡർ വൈസ് ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും. അതുപോലെ പ്രായമനുസരിച്ച് ആ സാമ്പിളുകൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പിന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സാമ്പിളുകൾ തീരെ എക്സ്പോജർ ഇല്ലാത്ത സാമ്പിളുകളായിരിക്കും. അവൻ പുറം സംസ്ഥാനത്തിൽ നിന്നോ വിദേശത്തിൽ നിന്നോ വന്ന ആൾക്കാർ ആയിരിക്കില്ല. അങ്ങനെ ക്വസ്റ്റ്യനിയർ അവർ തയ്യാർ ചെയ്യും അവരുടെ എക്സ്പോഷർ സംബന്ധിച്ച്. തീരെ എക്സ്പോഷർ ഇല്ലാതെ സാധാരണ ആൾക്കാർ കയ്യിൽ നിന്നാണ് ഈ സാമ്പിൾ എടുക്കുന്നത്. ഇത് അവർ ടെസ്റ്റ് ചെയ്യുന്നത് ആന്റിബോഡി ടെസ്റ്റിംഗ് ആണ്. ബ്ലഡ് സാമ്പിളുകളാണ് കളക്ട് ചെയ്യും. പിന്നെ അത് ഐ.സി.എം.ആർ ലബോറട്ടറികളിൽ അവർ അത് പരിശോധന നടത്തിയിട്ടാണ് റിസൾട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യുക. ഇത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യേണ്ടതാണ്. ഒറ്റത്തവണ ചെയ്തിട്ട് ഇത് തീർന്നതല്ല. ഈ നിലവിലുള്ള സാഹചര്യത്തിൽ എന്ത് റിസ്ക് ആണ് ഉള്ളത് അത് ഈ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് കിട്ടും. കുറച്ച് സമയമായി കഴിഞ്ഞാൽ ഒന്നും കൂടി രണ്ടാമത് ഘട്ടം, പിന്നെ മൂന്നാമത് ഘട്ടം, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട്. കാരണം വൈറസ് ഇപ്പം പോകണില്ലല്ലോ. പിന്നെ ഒരുപാട് റിലാക്സേഷൻസ് കൂടി വന്നിട്ടുണ്ട്. സോ നമ്മുടെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ സ്റ്റഡി കൊണ്ട് നമുക്ക് സാധിക്കും. ഇതിനു മുമ്പേ കേരള സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു സീറോ സർവൈലൻസ് സ്റ്റഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട്. അത് ഒരു 3 ആഴ്ച സമയം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഈ ഘട്ടത്തിൽ ഇത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. 20 ടീമാണ് അവർ വന്നിരിക്കുന്നത്. ഒരു 10 സ്ഥലങ്ങളിൽ അവർ അവരുടെ ടീം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എത്രയും വേഗം 5 ദിവസത്തിനുള്ളിൽ അവർ സാമ്പിൾ കളക്ഷൻ തീരും. എത്രയും വേഗം അത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നിലവിലുള്ള ടെസ്റ്റിംഗ് സ്ട്രാറ്റജിക്ക് പുറമെ നിലവിൽ നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്ത ആൾക്കാരെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ എത്രയും വേഗം ഈ പോസിറ്റീവ് കേസ് ഐഡന്റിഫൈ ചെയ്ത് അവനെ ഐസൊലേറ്റ് ചെയ്യുക. ഇതാണ് സാധാരണ നമ്മുടെ ടെസ്റ്റിംഗിന്റെ ഉദ്ദേശം. ഈ ടെസ്റ്റിംഗിന്റെ ഉദ്ദേശം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. പുതിയ പോസിറ്റീവ് കേസുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതല്ല. കമ്മ്യൂണിറ്റിയിൽ നേരത്തെ സ്പ്രെഡ് വന്നിട്ടുണ്ടോ, സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധിക്കാതെ കേസുകൾ പോയിട്ടുണ്ടോ, അതിൽ വരുന്ന പോസിറ്റീവ് കോവിഡ് തന്നെ ആയിരിക്കും. പക്ഷേ നിലവിലെ അവൻ പോസിറ്റീവ് ആകണമെന്നില്ല. ഇതിനു മുമ്പേ അവൻ പോസിറ്റീവായി അവൻ ക്യൂറായ കേസുകൾ പോലും ഇങ്ങനെയുള്ള സീറോ സർവൈലൻസിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. അതുകൊണ്ട് നമ്മുടെ പ്ലാനിങ് എത്രത്തോളം മെച്ചപ്പെടുത്തണം എന്ന് നമുക്ക് വളരെ ഉപയോഗകരമായിരിക്കും. ഐ.സി.എം.ആറിന്റെ സീറോ പ്രിവലൻസ് ഇതായിട്ട് ഐ.സി.എം.ആറിന്റെ ഒരു 22 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ടീം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ അവർ ആക്ച്വലി 17th ഡിസ്ട്രിക്റ്റിലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. 10 സ്ഥാപനങ്ങളാണ് നമുക്ക് സെലക്ട് ചെയ്തിരുന്നത്. 10 താലൂക്കിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതൊരു റാൻഡം സെലക്ഷൻ ആണ്. ഈ പോസിറ്റീവ് കേസസ് ഉള്ള സ്ഥലങ്ങളല്ല. പിന്നെ ഈ ഏരിയയിലുള്ള ആളുകൾ വേറെ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്തതോ വേറെ ട്രാവലിംഗ് അബ്രോഡോ അല്ലെങ്കിൽ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത ആളുകളെ സെലക്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് തന്നെ 3 ഡിസ്ട്രിക്ട്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് തൃശ്ശൂരും എറണാകുളം ആൻഡ് പാലക്കാടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതും റാൻഡം സെലക്ഷൻ ഓഫ് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തതിന് ഇവര് ആ കൺസേൺഡ് മെഡിക്കൽ ഓഫീസേഴ്സുമായിട്ട് ഒരു സൂം മീറ്റിംഗ് നടത്തി അതിനകത്ത് എന്തൊക്കെയാണ് മെഡിക്കൽ ഓഫീസേഴ്സ് അവിടെ ചെയ്യേണ്ടതിന് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന് ശേഷമാണ് ഇന്ന് ഈ ടീം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് അവർ ഒരു 10 ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. 10 ടീം ഓരോ സ്ഥലത്തും പോയി ഒരു വില്ലേജിലെ 4 ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ആദ്യത്തെ ഏരിയയിൽ 10 വീട് കവർ ചെയ്യും. അങ്ങനെ 40 സാമ്പിൾസ് ഒരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്യും. അപ്പോൾ സാമ്പിൾസ് കളക്ട് ചെയ്യാനാണ് ബ്ലഡ് സാമ്പിൾസ് ആണ് അവർ കളക്ട് ചെയ്യുന്നത്. ആന്റിബോഡി ടൈറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് ഐ.എ.എസ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ അതിന്റെ റിപ്പോർട്ട്സ് വരുന്നത്. അപ്പൊ ഇത് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള 10 ഹൗസസ് അങ്ങനെയാണ് സെലക്ഷൻ വരുന്നത്. അവർക്ക് ക്രൈറ്റീരിയ പ്രകാരമാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ ഒരു വില്ലേജിൽ നിന്ന് 40 സാമ്പിൾസ് കളക്ട് ചെയ്യും. അങ്ങനെ 10 വില്ലേജസിന് 400 സാമ്പിൾസ് കളക്ട് ചെയ്യും. ഈ സെലക്ഷൻ ഓഫ് വില്ലേജസും അതും റാൻഡം ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇപ്പൊ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 10 മുനിസിപ്പാലിറ്റി വൈസാണ് അവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഇതൊക്കെ ഓൾറെഡി സ്റ്റേറ്റിൽ നിന്ന് ഓരോ മുനിസിപ്പൽ ഏരിയയിലും അല്ലെങ്കിൽ ഓരോ വില്ലേജിലും ഏതൊക്കെ വാർഡാണ് കവർ ചെയ്യേണ്ടത് എന്ന് സെലക്ഷനോടുകൂടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടുള്ള സെലക്ഷൻ ലിസ്റ്റ് അല്ല. അപ്പൊ അതിനകത്ത് എല്ലാവർക്കോട് പുതുനഗരം, കൊല്ലങ്കോട്, പാലക്കാട് മുനിസിപ്പാലിറ്റി, ചാലിശ്ശേരി, അഗളി അങ്ങനെ 10 സ്ഥലങ്ങളാണ്
സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പോയി കഴിഞ്ഞ് ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ലാബ് ടെക്നീഷ്യൻസ് ഈ ബ്ലഡ് സാമ്പിൾ എടുക്കുകയും അവിടുത്തെ ആശാ വർക്കേഴ്സ് അവിടുത്തെ ഏതൊക്കെ ആൾക്കാരാണോ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ആ മെഡിക്കൽ ഓഫീസർ ഇത് പ്രകാരം സെലക്ഷൻ നടത്തിയിട്ടാണ് നമ്മൾ അവിടെ ആക്ച്വലി ഇത് സെലക്ട് ചെയ്തത്. നമ്മൾ ഏതെങ്കിലും ഒരു വില്ലേജിന് ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നമ്പർ 1 ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള 10 ഹൗസസ് ആണ് അവരുടെ ക്രൈറ്റീരിയ പ്രകാരമുള്ള 10 ഹൗസസ് തന്നെ അവർക്ക് കവർ ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഫേസിൽ മാത്രം ചെയ്യുന്നില്ല. ഇതിന്റെ സെക്കൻഡും തേർഡും ഫേസും അടുത്ത ഫേസിൽ ചിലപ്പോൾ അവർ ഹോട്ട്സ്പോട്ടോ അങ്ങനെ ഏതെങ്കിലും ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് വരിക എന്നുള്ളതാണ് അവരുടെ റിവ്യൂ നമുക്ക് ഇന്ന് കിട്ടിയത്. അപ്പൊ ഇത് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് നമുക്ക് ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിളിംഗ് ടെസ്റ്റ് ആണ് ഐസിഎംആർ എന്നിവിടെ ചെയ്തത്. ടെസ്റ്റ് റിസൾട്ട് എപ്പോഴായിരിക്കും വരിക? ടെസ്റ്റ് റിസൾട്ട് അവർ അങ്ങനെ റിസൾട്ട് ആയിട്ട് ഇതാക്കില്ല. ഇപ്പൊ ഇവർ ഇവിടുന്ന് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അത് സീറമാക്കി ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ അതെല്ലാം കൂടെ ഒരു 5 ഡേയ്സോളം കഴിയും. അത് കഴിഞ്ഞ് അതുവരെ നമ്മളിവിടെ നമ്മുടെ DTCയിൽ അതിനകത്ത് 4 ഡിഗ്രി ഇതിൽ സാമ്പിൾസ് റിസർവ് ചെയ്യും. അത് കഴിഞ്ഞ് ഇവർ അത് സ്റ്റേറ്റിൽ ജസ്റ്റ് കൊടുക്കുകയുള്ളൂ. പിന്നെ അതിന്റെ റിവ്യൂ സെക്കൻഡ് തേർഡ് ഫേസ് ഒക്കെ കഴിഞ്ഞിട്ടാകുമ്പോഴാണ് വരിക. കൃത്യം ടൈം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോസസ്സിലൂടെയും പ്രൊസീജിയേഴ്സിലൂടെയും പോയതിനു ശേഷം മാത്രമാണ് റിലീസ് വരും. അപ്പൊ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തല്ല നമുക്ക് വേറെ ഒരു നമ്മളിവിടെ ഇപ്പം ജില്ലയിൽ നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാനോ അല്ലെങ്കിൽ സ്ട്രാറ്റജിയോ ഇതാക്കുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തല്ല. പക്ഷെ നമുക്ക് അവരുടേതായിട്ടുള്ള സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം ഒരു റിപ്പോർട്ടായിട്ട് വരുമ്പോൾ മാത്രമാണ് എനിക്കതിന് ഈ 3 ഡിസ്ട്രിക്റ്റും കഴിഞ്ഞതിന് ശേഷം അതിനൊരു ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാവും നമുക്ക് ഈ മൊത്തം സ്റ്റേറ്റിന്റെ ഒരു ഇതാക്കിയിട്ട് വരിക. പിന്നെ ഇനി അടുത്ത സെക്കൻഡ് ഫേസ് എടുക്കുമ്പോൾ സെക്കൻഡ് ഫേസിൽ അവർ വേറെ ക്രൈറ്റീരിയ വെച്ചായിരിക്കും എടുക്കും. ചിലപ്പോൾ അത് പ്രകാരം വരുമ്പോൾ അതിന് പിന്നെ ഇത് മാറുമായിരിക്കും. അപ്പൊ അവർ പറഞ്ഞത് അങ്ങനെ ടൈം ബൗണ്ടായിട്ട് നമുക്ക് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മളിത് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സ്റ്റഡീസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. തേർഡ് ഫേസ് ആകുമ്പോഴേക്കും നമുക്കൊരു ഇത് വരും. കമ്മ്യൂണിറ്റി സ്പ്രെഡിന് സാധ്യതയുള്ള ജില്ല തെരഞ്ഞെടുക്കുകയാണോ ചെയ്തത്? അങ്ങനെയാണോ? അതാണോ അതിന്റെ ഒരു അടിസ്ഥാനം? അല്ല, അങ്ങനെയില്ല. കാരണം ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ആയിട്ട് അവർ പറഞ്ഞില്ല. അതായത്